ഹായ് ഹലോ, ഇന്നിവിടെ വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റിലുള്ള ഗുലാബ് ജാമിൻ്റെ റെസിപ്പിയാണ്. ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വരട്ടിൻ്റെ ഒരു റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുക. ഇനി പൊടികളായിട്ട് എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി, ഒരു 3 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് ഗരം മസാല, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതൊക്കെ ഒന്ന് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. ഇതിൽ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് ബീഫിന് വേവ് കൂടുതലായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ, ലോ ഫ്ലെയിമിൽ ഒരു 2 വിസിലും കൂടി വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഗ്രേവിക്ക് വേണ്ടി ഒരു ക്യാപ്സിക്കം, 4 സവോള, 1 തക്കാളി എന്നിവ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് സ്ലൈസ് ചെയ്ത് മാറ്റാം. അപ്പോഴത്തേനും ഇവിടെ ബീഫൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഗ്രേവി ഉണ്ടാക്കാൻ നോക്കാം. ഇവിടെ ഞാനൊരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. സ്ലൈസ് ചെയ്തിട്ടുള്ള സവാളയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഓൾറെഡി നമ്മൾ ബീഫിൽ ഉപ്പിട്ടാണ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളകും അതുപോലെ ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്ത് വഴറ്റി കൊടുക്കുക. ഇതൊക്കെ ഒന്ന് വഴന്ന് വന്ന് അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറി വെച്ചാൽ ഇതിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് മീറ്റ് മസാല എന്നിവ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണ് സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇല്ലെങ്കിൽ ഇടണ്ട കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇത് കുറച്ച് ഗ്രേവി ആയിട്ട് കിട്ടാനായിട്ട് കുറച്ച് ചുടുവെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് മല്ലിയിലും കറിവേപ്പിലും ഇട്ട് കൊടുക്കുക. ലാസ്റ്റായിട്ട് ഒരു 1/4 ടീസ്പൂണും ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്താൽ സംഗതി പൊളി കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ബീഫ് വരട്ടിന് കഴിക്കാനായിട്ട് ഞാനിവിടെ ചപ്പാത്തിയാണ് റെഡിയാക്കിയിട്ടുള്ളത്. ചപ്പാത്തിയും ബീഫ് വരട്ടും നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ്. അടുത്തതായിട്ട് ഗുലാബ് ജാമുന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്കിതിൽ ഒരു 8 സ്ലൈസ് ബ്രെഡിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ 8 സ്ലൈസ് ബ്രെഡിലാണ് നമ്മളിവിടെ ഗുലാബ് ജാമുന് റെഡിയാക്കുന്നത്. ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഗുലാബ് ജാമുനാണ്. ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 8 ബ്രെഡിനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. പൊടിച്ചെടുത്ത ബ്രെഡൊക്കെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണ് പാലും കൂടി ആവശ്യമുണ്ട്. കുഴയ്ക്കാൻ അനുസരിച്ചിട്ട് പാലൊഴിച്ച് കൊടുക്കുക. നല്ലതുപോലെ കുഴച്ചെടുക്കുക. കുറച്ച് പാലൊഴിച്ചിട്ട് കുഴച്ചാൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ വെള്ളം കൂടി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചപ്പാത്തിൻ്റെ മാവൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നന്നായി കുഴച്ചതിന് ശേഷം ഇതൊരു ചെറിയ ബോൾസാക്കിയിട്ട് ക്രാക്കൊന്നും ഇല്ലാണ്ട് നമുക്കൊന്ന് ബോൾസാക്കി എടുത്ത് മാറ്റണം. അപ്പം എനിക്ക് ഇത്രയും ബോൾസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ബോൾസ് ആക്കിയിട്ടുള്ളത്. ഇനി ഷുഗർ സിറപ്പ് റെഡിയാക്കാനായിട്ട് 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളം, അതാണ് കേട്ടോ കറക്റ്റ് അളവ് പറയുന്നത്. ഇതിലേക്ക് 2-3 ഏലക്ക ഒന്ന് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുക. പിന്നെ നല്ലതുപോലെ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് നേരത്തെ ബോൾസാക്കി വെച്ചിട്ടുള്ള ഗുലാബ് ജാമുൻ ഇട്ട് കൊടുക്കുക. അത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് കഴിക്കാനും പറ്റും കേട്ടോ. പെട്ടെന്ന് തന്നെ അത് അതിലേക്ക് ഷുഗർ സിറപ്പൊക്കെ പിടിച്ച് കിട്ടും. നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഗുലാബ് ജാമുനാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുന്ന ടൈമിലൊക്കെ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്ര തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ടാക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.